എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. പൊതുവേദിയിൽ വാക്കേറ്റം നടത്തി പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലും മുൻ MLA PC ജോർജും. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. നിന്നോണ്ട് നല്ല സ്റ്റൈലിനടി ഒന്ന് അടങ്ങിയതാ. പിന്നെ കുട്ടികളെ പോലെ തുടങ്ങിയാലോ? അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു തർക്കം. എന്തായിരുന്നു ഇന്നത്തെ പ്രശ്നം? മുണ്ടക്കയത്ത് ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്ന PC ജോർജിന്റെ പരാമർശമാണ് MLA ചൊടിപ്പിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ എവിടെ നിർത്തിയ കുഴപ്പമുണ്ടാകും. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വേദിയിൽ ഉണ്ടായിരുന്നു. ആരെ വേണമെങ്കിലും അടിക്കട്ടെ. നമുക്ക് അവരുടെ വാക്കേറ്റം ഒന്ന് എനിക്ക് സൗകര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിനക്ക് എന്തരേ മൊടേരാസോ പോടേ പോടോ. അത് പറയാനുള്ളവർ പറയട്ടെ. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് രണ്ടും അടിപിടി കൂടി നടന്നോ. അവരെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അതുകൊണ്ട് ആ രീതി സംസാരിക്കരുത്. എന്നാൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് എനിക്കുള്ളത്. ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു പോകും. ഞാനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു ഇളവക്കം. ഓഹോ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരെ അറിയിച്ചു തുടങ്ങിയോ? അയ്യോ, നിങ്ങളൊക്കെ കൂടെ പ്രാന്ത് പിടിപ്പിക്കും. എല്ലാവർക്കും വർത്താനം പറയുന്നത് ഇവിടെ പറയണ്ടേ പോകും. കാര്യമായി ദിവസം മര്യാദക്കാരനായിട്ട് പണിയെടുത്തിനാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ളത് ഞാൻ ആരോടാ പറയുന്നത്? ജയിച്ച MLA കൊണ്ട് ഈ നാടിന് എന്താ ഗുണം? അത് പഞ്ചായത്തിന്റെ കീഴിലുള്ളതാ. അത് വേണം ചെയ്യാൻ. അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ. അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ 100 കൂട്ടം പണികളുണ്ട്. ആ 100 കൂട്ടം പണി 99 കൂട്ടാക്കി കുറയ്ക്കുന്നതാണ് തനിക്ക് നല്ലത്. എന്നോട് നിവേദനം നടത്തി ഇതുപോലെ അവസരങ്ങളെ കിട്ടുള്ളൂ. കൈ കിട്ടണ്ടേ? അങ്ങേര് തിരുവനന്തപുരത്ത് ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. ഇത് കണ്ടപ്പോ ഒരു TV ചർച്ച ഓർമ്മ വന്നുവല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്? മറക്കാൻ പറ്റൂ? നമ്മളെയാണല്ലോ മച്ചമ്പി. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലും മുൻ MLA PC ജോർജും തമ്മിൽ ഏറ്റുമുട്ടി. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ചുമ്മാ ഞാനൊന്ന് ഗുലാം കളിച്ച് കേട്ടില്ലെന്ന് മാത്രമല്ല ബാക്കിയെല്ലാം സ്വാമി കണ്ടതല്ലേ.